ഇന്നത്തെ നമ്മുടെ വേദഭാഗം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 1 പത്രോസിന്റെ ലേഖനം, അത് 2-ാം അധ്യായം അതിന്റെ 18 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 18 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ. വേലക്കാരെ, പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് വീക്ഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ തലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, വായിച്ചു കേട്ട വാക്യം അങ്ങയുടേതാണ്. അങ്ങയുടെ വചനം ഇന്നും ഈ നൂറ്റാണ്ടിലും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇത് കർത്താവേ, വ്യാഖ്യാനിക്കാനുള്ളതായ കൃപ, പഠിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി കർത്താവ് നടത്തണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ, മാനസികമായി ആരെങ്കിലും തളർന്നിരിക്കുന്നുവെങ്കിൽ ഒരു വലിയൊരു വിടുതൽ ഇന്നുണ്ടാകുവാൻ, ശാരീരികമായി ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സെഷൻ അങ്ങയുടെ നാമം മഹത്വത്തിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കടന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് നമ്മൾ അധികാരികൾക്ക് കീഴടങ്ങണം, അധികാരികൾക്ക് കീഴടങ്ങണം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ എങ്ങനെയായിരിക്കണം. അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഗോഡ് വില്ലിംഗ്, നമ്മൾ കാണാൻ പോകുന്നത് കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം. നമ്മൾ പഠിച്ചപ്പോൾ സബ്മിഷൻ എന്നുള്ള പദമാണ് നമ്മൾ പഠിച്ചത്. സബ്മിഷൻ, നോട്ട് ബൈ ഫോഴ്സ്, വോളണ്ടറിലി വി ഹാവ് ടു സബ്മിറ്റ്. അത് നമ്മൾ കണ്ടത്. നമ്മൾ മനസ്സോടെ നമ്മൾ സറണ്ടർ ചെയ്യണം എന്നാണ് നമ്മൾ കാണുന്നത്. അധികാരികൾക്ക് ക്രിസ്തു നിമിത്തം നമ്മൾ സറണ്ടർ ചെയ്യുക. അടുത്തത് ഇന്ന് കാണാൻ പോകുന്നത് യജമാനന്മാർക്ക് ക്രിസ്തു നിമിത്തം സറണ്ടർ ചെയ്യുക. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സറണ്ടർ ചെയ്യുക. ഒരു പ്രത്യേക കാര്യമുണ്ട്, ആ ഭാഗം പഠിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാർക്ക്, അതാണ് അവിടെ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുക. ഭാര്യ രക്ഷിക്കപ്പെടുന്നുണ്ട്, ഭർത്താവ് രക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ ഭർത്താവ് വിശ്വാസിയാണ്, ഭാര്യ അവിശ്വാസി ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ നേരിടണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ഭാഗത്തെ നമ്മൾ കാണുന്നത് കോഡ് ഓഫ് കണ്ടക്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് സഹോദരിമാരും സഹോദരന്മാരും ഒരുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ
ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇന്നത്തെ ഭാരിച്ച ചെലവുകളുള്ള കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയുന്നത് നിങ്ങൾക്കറിയാം. പണ്ടത്തെ കാലത്തൊക്കെ സഹോദരിമാര്, സ്ത്രീകള് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ നമ്മുടെ അപ്പച്ചന്മാര് സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേഴ്സിംഗ് പ്രൊഫഷനൊക്കെ വന്നത്. നിങ്ങൾക്കറിയാം അല്ലേ? നേഴ്സിംഗ് പ്രൊഫഷനൊക്കെ വന്നപ്പോൾ അന്നേരം ഭയങ്കര അലിഗേഷനായിരുന്നു, ഈ നേഴ്സിങ്ങിന് വിട്ടു. അതേതാണ്ട് വലിയ ഏതാണ്ട് പാതകം ചെയ്യുന്ന പോലെയായിരുന്നു നമ്മുടെ കേരളത്തിലെ നമ്മുടെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇന്ന് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാതെ ബാംഗ്ലൂരിലും കോയമ്പത്തൂരും ഒക്കെ വന്ന് പിള്ളേർ പഠിച്ചിട്ട് പോകുന്നു, രക്ഷപ്പെട്ടു പോകുന്നു. അപ്പം അതുപോലെ തന്നെ പ്രൊഫഷൻസ് മാറും. പണ്ടൊക്കെ നമ്മൾ ഒരു 100 കൊല്ലം മുന്നേ, 75 കൊല്ലം മുന്നെയൊക്കെ കൃഷി അല്ലെങ്കിൽ കൂടിപ്പോയാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥ, ഇത് മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി. IT, എന്തെല്ലാം പ്രൊഫഷൻസാണ്. ഈ പ്രൊഫഷൻസിന് അതിൻ്റെ പേയ്മെൻറ്റ് കൂടുതലാണ്. നിങ്ങൾക്കറിയാം, കൂടുന്തോറും ടെൻഷനും കൂടുതലാണ്. അപ്പം ഈ ഭാഗം ഇന്നത്തെ നമ്മുടെ വേദപഠനം നമ്മുടെ ഇന്നത്തെ ആനുകാലികമായ സാഹചര്യങ്ങളോട് വളരെയധികം പൊരുത്തപ്പെടുന്നതാണെന്ന് പറയുവാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി മനുഷ്യന് സത്യത്തിൽ ഇത് സ്ലേവറി ഇല്ല. എന്നാൽ സ്ലേവറിയിലാണ് മനുഷ്യൻ കഴിയുന്നത്. പിള്ളേർക്കൊക്കെ ഈ ജോലിയിൽ നിന്നൊന്നും ഇറങ്ങാൻ നേരമില്ല. അവർ പോകുന്ന വഴിക്കും അല്ല ഈ സ്ലേവറി സിസ്റ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒക്കെ ഉള്ള ഈ പിള്ളേരുടെയൊക്കെ ടെൻഷൻ ഒരുപാട് ശമ്പളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇരുന്നുറങ്ങാൻ നേരമില്ല. എനിക്ക് പരിചയമുള്ള പലരുണ്ട്. ഇവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ നാട്ടിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാട്ടിൽ പകൽ ഉറങ്ങാനൊക്കത്തില്ല, രാത്രി ഉറങ്ങാനൊക്കത്തില്ല. അപ്പൊ ഒരു തരത്തിലുള്ള സ്ലേവറി പോലെ ഇന്ന് ഈ വർക്ക് സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാമെന്ന് നമുക്ക് നോക്കാം. അത് ഹറാസ്മെന്റ് ഉണ്ട്, എല്ലാം ടാർഗറ്റാണ്. ടാർഗറ്റ് ചെയ്ത് എഴുതിയിരിക്കുമ്പോൾ ഒരു ടൈമിൽ തരും, വൈകിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. യു ഹാവ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാണിങ്. ഇതെന്റെ സണിലോ, ഇപ്പം നിങ്ങൾക്കറിയാം, ഹ്യൂസ്റ്റണിൽ ഒരു വലിയൊരു ഹറക്കെയിൻ ഉണ്ടായി. വലിയൊരു ചുഴലിയാണോ എനിക്കറിയത്തില്ല, ഉണ്ടായപ്പോൾ അവിടെ ഒരുപാട് ട്രാഫിക് ലൈറ്റുകൾ നഷ്ടപ്പെട്ടു പോയി. അതിൽ 1600 ലൈറ്റുകൾ തട്ടിപ്പോയി. ഇപ്പൊ ട്രാഫിക് ലൈറ്റ് ഇല്ലാതെ നടക്കാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഡാളസിൽ നിന്ന് അവർ പോയിരിക്കുക. 24 മണിക്കൂറും വർക്ക് ചെയ്യുക, അത് പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് വർക്ക് സിസ്റ്റം ഡിമാൻഡിങ് ആണ്, ഹരാസ്മെന്റ് ഉള്ളതാണ്. നമുക്ക് ഇന്നത്തെ ഭാഗം നോക്കാം. നമ്മൾ ഇനി പോകാൻ പോകുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ ഗുണം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവർ ജാതീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമൊക്കെ വന്നവരാ. ഈ ജാതീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിലും ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഹരാസ്മെന്റ് അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ രാജാവിനെ ഭയപ്പെടണം, രാജാവിന് വേണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം, സ്റ്റേറ്റിനെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് they also must apply the principle of holy living. ഇവിടെ വായിക്കുന്നത് ദാസന്മാരെ എന്ന ഇംഗ്ലീഷ് വായിക്കുമ്പോൾ സ്ലേവ്സ് തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്ലേവ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം ദൈവത്തിന്റെ വചനത്തിന് എല്ലാ തലത്തിലുമുള്ളവരോട് സംസാരിക്കാനുണ്ട്. പണക്കാരോട് മാത്രമല്ല, സ്ലേവ്സിനോട്. ഇന്നത്തെ സ്ലേവറി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കഷ്ടം പിടിച്ച പരിപാടിയാണ്. ഒരു കുടുംബമായിട്ടായിരിക്കും ചിലപ്പോൾ താമസിക്കുക. കുടുംബമായിട്ട് താമസിക്കുമ്പോൾ
ഇവർക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, വേലക്കാരെ പൂർണ്ണ ഹൃദയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കൂടെ കീഴടങ്ങിയിരിക്കുവിൻ. മൂർഖന്മാർക്കൂടെ കീഴടങ്ങിയിരിക്കുവിൻ എന്നവർ. ഈ താള ജോലി ചെയ്യുമ്പോഴും അല്പം പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണം എന്നവർ. ഫ്രീ ആകാനായി അവർക്കൊരുപാട് സാവകാശങ്ങൾ ലഭിക്കുമ്പോൾ അത് ചെയ്യരുത്, യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്നാണ് പറയും. ഈ സ്ലേവറി പറ്റി പഠിക്കുമ്പോൾ കടം കൂടുമ്പോൾ, പണ്ടത്തെ കാലത്ത് കടം കൂടുമ്പോൾ അവർ തന്നെത്താൻ sold themselves. അവർക്ക് ചിലപ്പോൾ മാരീഡ് ലൈഫ് കാണും, ചിലപ്പോൾ മാരീഡ് ലൈഫ് ഇല്ലാതെ കാണും. അടിച്ചു പൊട്ടിക്കാനുള്ള അവകാശമുണ്ട്, ചിലപ്പോൾ കൊല്ലാനുള്ള അവകാശം വരെയുണ്ട്. അതാ പറഞ്ഞ മൂർഖന്മാർ, ക്രൂവൽ എന്നുള്ള അർത്ഥം. അവരോട് നിങ്ങൾ എങ്ങനെ ഇടപെടണം? Many slaves had hard times during these days. ഈ അവസരങ്ങളിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ച സന്ദർഭങ്ങളായിരുന്നു. ഇത് ദൈവത്തിന്റെ സുവിശേഷം ഇവർക്കൂടെ കൊടുത്തപ്പോൾ ഇവരും ദൈവസഭയുടെ അംഗങ്ങളായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒനേസിമോസിന്റെയും ഒക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ആ കാലത്ത് സ്ലേവറി വളരെ ശക്തമായിട്ടിരുന്നത്. എന്നാൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് അമേരിക്കയിലെ സ്ലേവറി സിസ്റ്റത്തിന്റെ അത്രയും ഇല്ലായിരുന്നു, എന്നാൽ വളരെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18 തൊട്ട് 4-ാം അധ്യായം 1-ാം വാക്യം വരെ, എഫെസ് ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം തൊട്ട് 6-ാം അധ്യായം 9-ാം വാക്യം വരെ ഈ പറഞ്ഞ വേദഭാഗവും ക്രിസ്ത്യൻ കോഡ് ഓഫ് കോണ്ടക്ട്. ഒരു ഭർത്താവ് എങ്ങനെ ഭവനത്തിലായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെ ഭവനത്തിലായിരിക്കണം, കുഞ്ഞുങ്ങൾ എങ്ങനെ ഭവനത്തിലായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ വർക്ക് പ്ലേസിൽ നമ്മൾ ഇടപെടണം. ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു നിമിത്തം. കാരണം അവൻ കർത്താവാണ്, അവൻ ക്രിയേറ്ററാണ്. അപ്പൊ ക്രിയേറ്ററിന്റെ കീഴിൽ വെച്ചിരിക്കുന്ന ഓർഡറാണ്. ഇന്ന് ഫെമിനിസം ഒക്കെ ഉണ്ട്, നല്ല കാര്യം. സ്ത്രീകളെ നമ്മൾ ചവിട്ടി താഴ്ക്കുവാൻ പാടില്ല, ഈക്വലാണ്. അതൊക്കെയാണെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓർഡറുണ്ട്, സഭയിൽ ഒരു ഓർഡർ. Every human creature, they are under the order. This is the ordained plan of God. ദൈവത്തിന്റെ പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ചേ പോകാനൊക്കത്തുള്ളൂ. Because Christ is the creator. ക്രിസ്തു സൃഷ്ടാവ്. Every citizen must obey to emperor. ചക്രവർത്തിക്ക് എല്ലാ പ്രജകളും അനുസരണം കൊടുക്കണം. സ്ലേവ്സ്, സെർവൻസ്, അപ്പം വർക്ക് ചെയ്യുന്നവർ അവരെല്ലാവരും അവരുടെ ബോസിന് കീഴ്പ്പെട്ടിരിക്കണം. വൈഫ്, പ്രത്യേകിച്ച് വിശ്വാസിയായ വൈഫ്, ഭാര്യ അവിശ്വാസിയായ ഭർത്താവിന് റബലിയസ് ആകാൻ പാടില്ല. നമ്മൾ കീഴടങ്ങിയിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇവിടെ പറയുക.
അത് ഓർഡർ കൊടുത്തിരിക്കുക, സിസ്റ്റം ചെയ്തിരിക്കുക. നിങ്ങൾ ബിസിനസ്സിലൊക്കെ പോകുന്നവർക്കറിയാം, ഓർഗനൈസേഷൻ ചാർട്ടുണ്ട്. ആ ചാർട്ട് അനുസരിച്ചായിരുന്നു പോയിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം. ഇനി അതിനു മുമ്പായി ഞാൻ പറയുന്നു, സ്ലേവ്സ് എന്ന് പറയുന്നത് ദേ ആർ വീക്കർ സെക്ഷൻ. വളരെ വീക്കായിട്ടുള്ള, ടെനീഷ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ സ്വാതന്ത്ര്യം മുഴുക്കിയ ബോസിന്റെ അല്ലെങ്കിൽ യജമാനന്റെ മൂഡ് അനുസരിച്ചായിരിക്കും. അതുപോലെ ഈ കാര്യം പറഞ്ഞിട്ട് അതുപോലെ പെട്ടെന്ന് താന് ബാൻഡ് മാറ്റുക, പിന്നെ പൊതുസഭയോട് ഒരു ദൂത് കൊടുക്കുക. നിങ്ങൾ ഈ സ്ലേവ്സിനെ കണ്ടില്ലേ? വിശ്വാസികളായ അവരുമുണ്ട്. നിങ്ങളും അതുപോലെ ഈ റോമൻ എംപയറിൽ, സാമ്രാജ്യത്തിൽ നിങ്ങളും ഇതുപോലെ ആയിരിക്കുക. സ്ലേവ്സിനെ പോലെ നിങ്ങൾ ഓടുകയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ സിസ്റ്റത്തെ ബഹുമാനിക്കണമെന്നാ പറയും. എല്ലാ ഭാഗത്തേക്ക് വരാം. ക്രിസ്ത്യൻസ് ഓൾസോ ഈ സ്ലേവിനെ പോലെ അടിമകളായി, പക്ഷെ പണക്കാരൻ. ഞാനിത് പഠിച്ചപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കസിനെ പോലും, ഞാൻ അവരുടെ പേര് മറന്നുപോയി, ക്രിസ്ത്യാനിത്വം നിമിത്തം അവൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവളെ പീഡിപ്പിച്ചു കൊന്നു. അപ്പൊ ക്രിസ്തീയ സമൂഹത്തിലെ പണക്കാരനോ അടിമയെന്നോ വ്യത്യാസമില്ലാതെ ഒരുപോലെ പീഡനം അനുഭവിക്കുന്ന ഒരു കാലത്താണ് ഈ വാക്യത്തിന്റെ പ്രത്യേകത. ഇത് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ കാലത്തേക്ക് വരട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് വളരെ വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യുക. ദൈവത്തിന്റെ ഹിതമാണ്. ഒരാളെ പാസ്റ്ററാക്കി വിളിച്ചിരിക്കുന്നെങ്കിൽ വിശ്വസ്തയോടുകൂടി ചെയ്തേ ഒക്കത്തുള്ളൂ. ഒരാളൊരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറായിട്ട് വിശ്വസ്തയോടുകൂടി ചെയ്ത്. കാരണം God has placed you there. ദൈവമാണ് നിങ്ങളെ എവിടെ ആക്കിയിരിക്കുന്നത്, വേറെ ആരുമല്ല. നിങ്ങളെ ഒരു സ്ഥലത്തെ ക്യാഷ്യർ ആണെങ്കിൽ ക്യാഷ് എണ്ണുമ്പോൾ ക്യാഷ് ടാലി ചെയ്യുമ്പോൾ, ബുക്സിൽ എഴുതുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകണം. ഒരു 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 കർത്താവിന്റെ ശുശ്രൂഷയാണ്. രണ്ട് പ്രൊഫഷനിലില്ല. നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൊസിഷനില്ല. ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ബിസിനസ് ആണെന്നും അതിൻ്റെ അകത്ത് പഴുതുകൾ ഉപയോഗിച്ച് ഗവൺമെന്റിനെ പറ്റിക്കാൻ പാടില്ലെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുക. ഒരുപാട് ടാക്സ് വെട്ടിക്കാവുന്ന സ്ഥാനങ്ങളുണ്ട്. ഇവിടെ തന്നെ എനിക്കറിയാം, ഒരുപാട് ആൾക്കാർ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അതും ഇതും പറഞ്ഞൊക്കെ ഡിഡക്ട് ചെയ്യാറ് തെറ്റാണ്. ക്രിസ്തു നിമിത്തം ഞാനതാണ് ഇന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രായോഗികമായ ഒരു ഭാഗമാണിത്. പെട്ടെന്ന് ഇത് സ്ലേവസിൽ നിന്നും സഭയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നത്, ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ജോലി വൃത്തിയായി ചെയ്യേണ്ടത്? ഞാനിത് പറയുമ്പോൾ പ്രൊഫഷണൽ ജോലി മാത്രമല്ല, ആത്മീയമായ ജോലി, സഭയെ തന്നിരിക്കുന്ന ജോലി, ഞാൻ എടുത്തിരിക്കുന്ന പൊസിഷനാണെങ്കിലും എന്നോട് കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യു ഷുഡ് ബി ഫെയ്ത്ത്. എന്തുകൊണ്ട് ഞാനത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെ കുറിച്ചുള്ള മനോബോധം. അതിന് മുമ്പായി ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്.
അതിന്റെ 17-ാമത്തെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഒരുവൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം ദൈവത്തെ അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അവന് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ എന്നാണ് അവിടെ നമ്മൾ വായിക്കാൻ കഴിയുന്നത്. എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 32, 33, 34 വാക്യങ്ങൾ എല്ലാവരും നമുക്ക് ചേർന്ന് വായിക്കണം. യേശുവിന്റെ കൽപ്പന. അതുപോലെ പത്രോസ് അപ്പോസ്തലൻ ഇത് വേറൊരു ഫോമിൽ പറയുക. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം, എല്ലാവരും വേദപുസ്തകം എടുക്കാവുന്നവർക്കൊക്കെ എടുക്കാം, നോക്കാം. 32-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വളരെ പ്രായോഗികമായ ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യത്തിന്റെ ആ ഉപദേശങ്ങളൊക്കെ ലോകത്തിന്റെ വളരെ തുലവും വിഭിന്നമാണ്, വളരെ എതിരാണ്. പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ നമ്മൾ പോകാറുണ്ട്. അവരെ സ്നേഹിക്കും, അവരുടെ ബർത്ത്ഡേക്ക് നമ്മൾ പോകാറുണ്ട് അല്ലേ? നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ലവ്. അടുത്തത് നന്മ. നമുക്കൊരാൾ നന്മ ചെയ്തു, നമ്മൾ സിക്കായിട്ട് കിടക്കുമ്പോൾ ഒരാൾ ഒന്ന് ആഹാരം കൊണ്ടുവന്നെങ്കിൽ അവരും കിടക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുക, നമ്മൾ കൊണ്ടു കൊടുക്കുക. നമ്മുടെ നാച്ചുറൽ ഇല്ല, മനുഷ്യൻ്റെ ഇതാണ്. ഓക്കെ. പിന്നെ കടം വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും വരും, സാറേ എനിക്കൊരു 2000 രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവൻ ഇത് കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന്, ഇവൻ തരാനും ഇവന് കേപ്പബിലിറ്റി ഉണ്ടോ? ഇല്ലെങ്കിൽ പറയും ഇല്ല സാറേ എന്ന് പറഞ്ഞു ഒന്നിട്ട് വിടും. അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഏതെങ്കിലും ചെറിയൊരു തുച്ഛമായ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു വിടണം. ഇതല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്? ക്രിസ്തു പഠിപ്പിക്കുന്നു. മടങ്ങി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളവർക്ക്, അതിന്റെ കറക്റ്റ് അത് കൊടുത്താൽ തിരിച്ചു കിട്ടും എന്നുള്ളവർക്ക് നമ്മൾ കടം കൊടുക്കും. ഇത് പാപികളും ചെയ്യുന്ന, ബ്ലേഡുകാരനും ചെയ്യുന്ന. എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുവാനും നമുക്ക് ദോഷം ചെയ്തവരെ തിരിച്ച് നന്മ കൊണ്ട് മറുപടി കൊടുക്കുവാനും, കടം വാങ്ങാൻ വരുമ്പോൾ ഇല്ലാത്തവന് തിരിച്ചു തരാൻ ഒരു കാരണവും സാധ്യതയില്ലാത്തതുമായ വ്യക്തിയെ നമ്മൾ സഹായിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം കിടക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും ഉപകാരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ. കൊടുക്കാനുണ്ടെ കൊടുത്തോണം, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. വേദോസം തന്നെ ഞാനീ പറയുന്നത്. നിങ്ങൾ ഒരു പക്ഷെ ചോദിക്കുമായിരിക്കും, ഇത് വേദോസം തന്നെയാണോ? പ്രിയമുള്ളവരെ, ഇതിനകത്തൊക്കെയാ മാനസാന്തരം വരണം. പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സന്ധ്യയിൽ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് വിടുതൽ വേണ്ടത്.
ഇവിടെയാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. അതിന്റെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുമല്ലോ എന്ന് പറഞ്ഞ് കർത്താവോട് അവസാനിപ്പിക്കുക. ഇതേ ഭാഗം തന്നെയാണ് പത്രോസ് ഇവിടെ എടുക്കുന്നത്. 19-ാമത്തെ വാക്യം, ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, one should patiently endure suffering when it is unjust and undeserved. ജോലിയിൽ ജോലി ചെയ്യാതെ ശിക്ഷ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് കർത്താവ് വരുത്തിയ പരീക്ഷയാണ്. ജോലിയിൽ ജോലി ചെയ്തിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഇത് വന്നാൽ നമ്മളിത് കവർ ചെയ്യണം. Should be faithful to our work. എന്നോട് കൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ one should patiently endure suffering even when it is unjust. നമ്മൾ ന്യായമായി ചെയ്തിട്ട് അവിടെ പിന്നെയും നമ്മളെ ഇത് ചെയ്യുകയാണെങ്കിൽ, ഹരാസ് ചെയ്യുകയാണെങ്കിൽ, അവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സാവകാശം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആധാരമായി നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞത്. എന്തിന് കീഴടങ്ങണം? അടുത്ത ചോദ്യം. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം. അത് ഇങ്ങനെയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ, ശരിക്കുള്ള ട്രാൻസ്ലേഷൻ. കോൺഷ്യസ് കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. ദൈവത്തെ കുറിച്ചുള്ള മനോബോധം എന്നുള്ള വാക്കിന്റെ അർത്ഥം കോൺഷ്യസ് കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. ഞാൻ എന്തിനാണ് എൻ്റെ വർക്ക് പ്ലേസിൽ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞാൻ വിശ്വസ്തനായി നിൽക്കേണ്ടത്? കോൺഷ്യസ് കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. അർത്ഥം മനഃപൂർവമായി ദൈവത്തോട് ഞാൻ കമ്മിറ്റഡ് ആയിരിക്കുക. എൻ്റെ സോൾ, ബോഡി ആൻഡ് മൈ സ്പിരിറ്റ് ഈസ് കമ്മിറ്റഡ് ടു ഗോഡ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്നൊക്കെ പറയുക. അപ്പൊ ടോട്ടൽ കമ്മിറ്റ്മെന്റ്. ക്രിസ്തീയ വിശ്വാസികൾ, ദൈവവിശ്വാസികൾ, നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ടോട്ടൽ കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിലും കമ്മിറ്റ്മെന്റ് ആവശ്യം. ഉള്ളവരെ ആരെങ്കിലും ഉഴപ്പി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, സുവിശേഷ പ്രവർത്തനമാകട്ടെ, ഭൗതിക ജോലിയാകട്ടെ, തന്നിരിക്കുന്ന ബിസിനസ് ആകട്ടെ, ഉഴപ്പരുത്. വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ വായിക്കുന്നു, ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. 2 കാര്യങ്ങളാണ് എന്റെ ജോലിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കണമെന്ന് ഇവിടെ പറയുന്നത്. അതിനായിട്ടാണ് രണ്ടാമത്തെ എക്സാമ്പിൾ കൊണ്ടിരുന്നത്. ഒന്ന്, കോൺഷ്യസ് കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. ദൈവത്തോടുള്ള എന്റെ അർപ്പണബോധം നമുക്കുണ്ടാകണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തമായി ചെയ്യുവാൻ കഴിയും. ഞാനീ പറയുമ്പോൾ എന്റെ എല്ലാ തലങ്ങളിലുള്ള എന്റെ സഹോദരന്മാരോടാണ് ഈ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പിന്മാറാൻ പറ്റത്തില്ല. യു ആർ കമ്മിറ്റഡ് ടു ഗോഡ്. ഡു ദ വർക്ക് ഓഫ് ഗോഡ്. ഡു യുവർ ജോബ്. എല്ലാവർക്കും ദൈവം തന്നതാണ്. വീട്ടമ്മയായി നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതും ദൈവം തന്നതാണ്. പാസ്റ്ററായി നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അതും ദൈവം തന്നതാണ്. സുവിശേഷകരായി നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അതും ദൈവം തന്നതാണ്. ഡു ദ വർക്ക്.
because of the conscious commitment to God. ദൈവത്തോടുള്ള അർപ്പണബോധം നിമിത്തം നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ റീസൺ താഴെ വായിക്കുന്നുണ്ട്, അവൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ. ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ. എന്നിട്ട് ഒരു വാക്യോട് പറഞ്ഞിരിക്കുന്നു, അതിനായിട്ടല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനാ? കുറ്റം ചെയ്തിട്ട് അടിയുള്ളുന്നതിനേക്കാൾ നന്മ ചെയ്തിട്ട് പ്രസാദകരമായി തീരുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നെന്ന്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. പാഗൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങോട്ട് കയറി വന്ന് അവരെ വളരെയധികം ആത്മീയമായി മുന്നോട്ട് വരുമ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുക. നിങ്ങൾ കല്ലാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനോട് ചേർന്നാണ് ഈ പറയുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുക, നിങ്ങളുടെ ജോബ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുക. അപ്പം ഞാനിപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, വിശ്വസ്തമായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ജോലിയും വിശ്വസ്തമായി ചെയ്യുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാരണം, ബിക്കോസ് ഓഫ് ദ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള എൻ്റെ അർപ്പണബോധം നിമിത്തം. രണ്ട്, ബിക്കോസ് ഓഫ് ദ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ്. അവൻ നമുക്ക് മോഡലായിരിക്കും. രണ്ടാമത്തെ അധ്യായം ഈ വാക്യത്തിന് 21 വാക്യമാണ്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പിന്നെ ഇത് തന്നെയാണ് പിന്നെ 23 പറയുന്നത്. 23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ തനിക്ക് ശകാരിച്ചിട്ടും പകരം ശകാരിക്കാറേയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാറേയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രയും. 3 അധ്യായം 18 വാക്യത്തിൽ അത് തന്നെയാണ് കാണുന്നത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അപ്പൊ ക്രിസ്തു മോഡലാണ്. നമ്മുടെ വർക്ക് പ്ലേസിൽ വരുന്ന ഇങ്ങനെയുള്ള ഹരാസ്മെന്റുകളെ നേരിടുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. തന്നെയുമല്ല, നമ്മളുടെ മോഡൽ ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ മോഡൽ. 4 അധ്യായം 1 വാക്യത്തിൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമാക്കുകയും. അപ്പൊ ക്രിസ്തുവും ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന, മനസ്സിലായോ? ക്രിസ്തുവും ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന. എന്താ ജോലിയായിരുന്നു? ഫിലിപ്പിയർ ലേഖനം 2 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ താനും ഒരു ദാസനായി. അപ്പൊ യേശു ഒരു ദാസനായിരുന്നു. നമ്മൾ യേശുവിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. യേശുവിന് ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. ആ ശുശ്രൂഷയിൽ യേശു വിശ്വസ്തനായിരുന്നു. യേശുവിന്റെ ഇതാണ് അവൻ സ്ലേവായിട്ട് വന്നെന്നാ വായിക്കുന്നത്, അല്ലേ? ഫിലിപ്പിയർ ലേഖനത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ആരോടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ലേവ്സിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സ്ലേവ്സിനോട്. 2 ഫിലിപ്പിയർ ലേഖനം 2 5 വാക്യം സിസ്റ്റർ ഒന്ന് വായിച്ചാട്ട് പെട്ടെന്നൊന്ന് വായിക്കണം, നമ്മൾ നേരം പോകുന്നുണ്ട്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദൈവസ്വരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഹി ബിക്കേം എ സ്ലേവ് എന്നാണ് നമുക്ക് വായിക്കേണ്ടത്. അപ്പൊ അതേ സ്ലേവ്സിനോട്, അതേ തരത്തിലുള്ള സ്ലേവ്സിനോട് പറയുക, നിങ്ങളുടെ മോഡൽ ക്രിസ്തുവാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നു എന്ന് വിശ്വസിക്കുന്നു.
യേശു ഒരു ജോലി ചെയ്യാനാണ്. എന്തായിരുന്നു ആ ജോലി? മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, പാപികൾക്ക് നീതി വഴി കാണിക്കുവാൻ അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇനിയും ഈ ഭാഗം തന്നെയാണ് പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃക വച്ചു പോയിരിക്കുന്നു. നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചു പോയിരിക്കുന്നു. അപ്പോൾ സ്ലേവ്സ് ദാസന്മാരെ, ദാസനായി വന്ന ക്രിസ്തു നിങ്ങൾക്കൊരു മാതൃകയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ റീസൺ പറയുന്നത് എന്താണെന്നറിയാമോ? രണ്ടാമത്തെ റീസൺ പറയുന്നത് യേശുവിനെ മാതൃകയാക്കുക. ഒന്നാമത് why I should obey. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉള്ള എന്റെ കമ്മിറ്റ്മെന്റ് നിമിത്തം ഞാൻ എന്റെ ജോലി ഭംഗിയായി ചെയ്യുന്നു. ഏത് ജോലി ആയിക്കോട്ടെ, ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടോ? ആ കമ്മിറ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രസാദമായി ചെയ്യും. If you do sin, there is no merit. അന്നേരം പണിഷ്മെന്റ് കിട്ടും. No glory to God. ഇനി തത്വം ഇത്രയേ ഉള്ളൂ. നമ്മൾ നന്മ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു. യേശു നന്മ ചെയ്തു. എങ്ങനെയാന്നുള്ളത് വിസ്തരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു തന്റെ ജോലി മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ പാരമ്യമായ ക്രൂശ് മരണം വളരെ ഭംഗിയായി ചെയ്യുകയാണ്. അവിടെ പറഞ്ഞ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അപ്പം നമുക്ക് തന്നിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ മാതൃകയാണ് നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ജോലികളിൽ ഒരുപോലെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു മോഡൽ ഇല്ല. അപ്പൊ നമ്മൾ ഇനി നാളെ തൊട്ട് നമ്മൾ ജോലി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കർത്താവ് നീ ചെയ്തതുപോലെ ആത്മാർത്ഥതയോട്, നമുക്ക് തന്നിരിക്കുന്ന ജോലി എന്ന് പറയുന്നത്, ഇപ്പൊ തന്നിരിക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് ദൈവം തന്നതാണ്. നാളെ എല്ലാവരും കൂടെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി റിസൈൻ ചെയ്യാനൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായി നിയമിച്ചാൽ വിശ്വസ്തയോടുകൂടി ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ, ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ചോർച്ചകൾ എവിടെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുവാൻ, അതിന്റെ ആത്മാർത്ഥതയോടുകൂടി, ഞാനൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാൻ ദൈവം ഇടവരുത്തും. കാരണം ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ. ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ. രണ്ട്, നമ്മുടെ സബ്മിഷൻ നിമിത്തം, നമ്മുടെ അർപ്പണ മനോഭാവ നിമിത്തം ചെയ്തേ ഒക്കത്തുള്ളൂ. ഇനി യേശു എങ്ങനെയാണ് അത് ചെയ്തത്? അതിനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. ആ ഭാഗം എനിക്ക് പറയുവാൻ ഒപ്പം തോന്നുന്നില്ല. യേശു എങ്ങനെയാ ഇത് ചെയ്തത് നോക്കിക്കേ. അവനൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. പാപിയായ മനുഷ്യനെ നീതീകരിക്കേണ്ടതിന് ദാസരൂപം എടുത്തു വന്ന് സ്ലേവായി മാറിയപ്പോൾ, അവനവന്റെ ജോലി ചെയ്യുമ്പോൾ അവൻ വിശ്വസ്തനായിരുന്നെന്ന് പറയുന്നു. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിക്കുന്നവർക്ക് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. തനിക്ക് തന്നെ എല്ലാം പോസിബിലിറ്റി ഉണ്ടായിരുന്നു. തനിക്കൊരു വാക്ക് ഭീഷണി തിരിച്ചു പറയാമായിരുന്നു. He never retaliated. Never retaliated. ദൈവസഭയോടുള്ള ദൂതായിരുന്നു. The whole church
പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ റിറ്റാലിയേഷൻ ചെയ്യുവാനായി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അബൻഡന്റ് ലൈഫ് ചർച്ച എന്നുള്ള ഗ്രൂപ്പിലല്ല ഞാൻ പറയുന്നത്, ആസ് എ ഹോൾ. ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാറി, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാറി, ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രയും ചെയ്യുന്നത്. നാം പാപം സംബന്ധിച്ച് നീതിക്ക് മരിക്കേണ്ടതിന്, ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ ഇത് യേശുവിൻ്റെ വർക്കിന്റെ ഭാഗമാകട്ടോ. നമ്മുടെ പാപങ്ങളെ അവന്റെ ശരീരം കാൽവറി ക്രൂശിലേക്ക് അവൻ നടന്നു കയറുമ്പോൾ, കാൽവറി ഭാരമുള്ള കുരിശുമായി അവൻ ഗോൽഗോഥയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? തന്റെ ജോലി ഭംഗിയായി ചെയ്യുകയായിരുന്നു. നാം പാപം സംബന്ധിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അടുത്ത വാക്യം ശ്രദ്ധിച്ചു നോക്കണം. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് പത്രോസ് എഴുതി വരുന്നത്. ദാസനായ യേശു ഇവിടെ ആരോടാണ് ഇത് അഡ്രസ് ചെയ്യുന്നത്? ദാസന്മാരോട്. എനിക്കും നിങ്ങൾക്കും രോഗശാന്തി ലഭിക്കുവാൻ, എനിക്കും നിങ്ങൾക്കും പാപശാന്തി ലഭിക്കുവാൻ, എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ തേജസ്സിന് അനുരൂപരാക്കുവാൻ അവന്റെ ജോലി ഭംഗിയായി ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ഭംഗിയായി അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഈ മോഡൽ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നവൻ കാര്യം ഫലമേൽപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായി പോകുമ്പോൾ, ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്കറിയാം, ഈ ലൈനിൽ പലരും പണം കൊടുത്തിട്ട് കിട്ടാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അർഹിക്കുന്ന നന്മകൾ കിട്ടാതെ, ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കഷ്ടതയോടുകൂടി, പ്രയാസത്തോടുകൂടി, ദുഃഖത്തോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. നിങ്ങൾ ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുക. ഏതോ കാരണവശാൽ അവർക്ക് പണം കൊടുത്തതാ, അവർക്ക് നന്മ ചെയ്തതാ. മുമ്പ് ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം പറഞ്ഞ പോലെ, നിങ്ങൾ കടം കൊടുത്തിട്ട് കിട്ടാതെ വരുമെന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തതാ. പക്ഷെ നിങ്ങളിപ്പോൾ അതിനുവേണ്ടി കഷ്ടം അനുഭവിക്കുകയല്ലേ? മാനസികമായി ഒരുപാട് പാടുണ്ടല്ലേ? പക്ഷെ അല്ല, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. എന്താണെന്നറിയാമോ? ദൈവം പറയുന്നത് എങ്ങനെയാ? ന്യായമായി വിധിക്കുന്നതിന് കാര്യം ഫലമേൽപ്പിക്കുക, അവൻ അത് ചെയ്തു തരും നിശ്ചയം. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമണ്ട് ക്രൂശിൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകൾ. ഒരു സ്ലേവ് എന്നുള്ള നിലയിൽ അവൻ അടിക്കപ്പെട്ടു, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായി ഇരുന്നു എന്ന് വായിക്കുവാൻ കഴിയും. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ രാത്രിയിൽ എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുവാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുക. വേലക്കാരോട്, ദാസന്മാരോട് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദാസന്മാരെ, യേശുവിനെ മോഡലാക്കുക. പ്രവൃത്തി ചെയ്യുന്ന ഏവരുമേ യേശുവിനെ മോഡലാക്കുക. എത്ര വിശ്വസ്തയോടുകൂടി അവൻ ചെയ്തു, നിങ്ങളും അതുപോലെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ സൽഗുണ പുത്രന്മാരെന്ന് നിങ്ങളെ വിളിക്കപ്പെടും. സ്വർഗം സന്തോഷിക്കും. നന്മ ചെയ്താൽ സ്വർഗം പ്രസാദിക്കും. തിന്മ ചെയ്തിട്ട് ശിക്ഷ കൊണ്ടാൽ സ്വർഗം പ്രസാദിക്കത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളും ഇടയവനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വരുന്നു. യേശുക്രിസ്തുവിന്റെ അനുസരണം, യേശുക്രിസ്തുവിന്റെ അവന്റെ ദാസത്വം, യേശുക്രിസ്തുവിന്റെ ജോലി ഭംഗിയായി ചെയ്തു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജോലി ഏത് ജോലിയായാൽ ഭംഗിയായി ചെയ്യാം. ദൈവത്തിന്റെ നാമം അതിലൂടെ മഹത്വപ്പെടട്ടെ. അവിടെ കർത്താവ് മഹത്വപ്പെടുന്നു.
സ്വർഗം മഹത്വീകരിക്കപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ.